ആ വിജയിച്ച ആളുകളെ ലിസ്റ്റിൽ നമ്മളുണ്ടോ ഇല്ലേ എന്ന ഒരു പരിശോധനയ്ക്ക് വേണ്ടി ആ വിജയികൾ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ വിശേഷണങ്ങൾ നമ്മിൽ ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ അതുണ്ടായിരിക്കണം എന്ന നിലക്ക് ആ സൂറത്തുൽ മുഅ്മിനൂനയിൽ വിജയികൾക്ക് അല്ലാഹു പറഞ്ഞ ലക്ഷണങ്ങൾ ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽക്ക് നാം നടത്തുന്ന വഅദ് മുഴുവനും പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വിജയികൾ ആരാണ്? ഒന്നാമതായി അല്ലാഹു പറയുന്നു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. നിശ്ചയം, സംശയം ഇല്ല, നിശ്ചയം മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഇവിടെ 5 ദിവസം വഅദ് പറയുകയാണെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യം വിശദീകരിച്ചാൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നിശ്ചയമായും യഥാർത്ഥ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് മുഅ്മിൻ? ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് കുറെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം വിവരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് തന്നെ മുഅ്മിന് എന്ന് പറഞ്ഞാൽ ഈമാൻ ഉള്ളവൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ വഫസ്സിറൽ ഈമാനു ബിത്തസ്ദീഖി والنطق فيه الخلف بالتحقيق. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അൽ-ലഖാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ജൗഹറത്ത് തൗഹീദിൽ പറഞ്ഞു, ഈമാൻ എന്ന് പറഞ്ഞാൽ വഫസ്സിറൽ ഈമാനു ബിത്തസ്ദീഖി. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദറൂറ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായി അറിയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും വിശ്വസിച്ച് അംഗീകരിക്കുക, അതാണ് ഈമാൻ. മുഹമ്മദ് നബി കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട മുഴുവൻ വിഷയങ്ങളെയും വിശ്വസിച്ച് അംഗീകരിക്കുക, അതാണ് ഈമാൻ. ഒരു കാര്യം അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന വിഷയമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം അതിനെ നിഷേധിച്ചാൽ അവൻ മുഅ്മിൻ അല്ല, അവൻ മുസ്ലിം അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളെയും വിശ്വസിക്കണം, അംഗീകരിക്കണം. അതുള്ളവൻ ആരാണോ അവനാണ് മുഅ്മിൻ. അതുകൊണ്ട് തന്നെ ഈമാനിന്റെ തുടക്കം, ഈമാൻ എന്നതിന്റെ മാനദണ്ഡം, അതിന്റെ അടിത്തറ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസമാണ്. അടിത്തറ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായി അറിയപ്പെട്ട എന്തൊക്കെയുണ്ടോ അത് മുഴുവനും വിശ്വസിച്ച് അംഗീകരിക്കുക, അവനാണ് മുഅ്മിൻ. അതിലേതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അവൻ മുഅ്മിനല്ല, അവൻ കാഫിറാണ്. ഉദാഹരണത്തിന് 5 വഖ്ത് നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ്. 5 വഖ്ത് നിസ്കാരം ഒരാൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ് എന്ന് ചില ചുരുക്കം പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും നിസ്കാരം ഒഴിക്കുന്നത് കൊണ്ട് ഒരാൾ കാഫിറാണ് എന്ന് പറയുന്നില്ല. പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. നിസ്കാരം വയ്ക്കുന്നതുകൊണ്ട് കാഫിറാകും എന്ന് പണ്ഡിതന്മാർ ഭൂരിപക്ഷവും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിച്ചിട്ടില്ലേ വലിയ ദോഷമൊന്നുമില്ല എന്ന് തെറ്റിദ്ധരിക്കണ്ട. കാഫിറാകൽ മാത്രമല്ലല്ലോ ദോഷം. കാഫിറല്ല, കാഫിറാണെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ നമ്മളെ മൈതാനിയിൽ മറവ് ചെയ്തുകൂടാ എന്ന് ആരും പറയുന്നില്ല. നിസ്കരിക്കാത്ത ഒരാൾ മരിച്ചാൽ കാഫിറാണെങ്കിൽ അവരെ പിന്നെ നമ്മളെ മൈതാനിയിൽ മറവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നിസ്കരിക്കാത്ത ഒരാൾ മരിച്ചാൽ അവന് വേണ്ടി തീരെ മയ്യിത്ത് നിസ്കാരം ഒരൊറ്റ കുട്ടിയും നിർവഹിക്കാതെ കുഴിച്ചിടണം എന്ന് പണ്ഡിതന്മാര് പറയുന്നില്ല. മറിച്ച് ഏതെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞ് സായം വിടാൻ വേണ്ടി നിസ്കരിക്കണം. കാരണം കാഫിറാണെന്ന് വിധി പറയുന്നില്ല. നിസ്കാരം ഒഴിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ കാഫിറാണെന്ന് പറഞ്ഞുകൂടാ. അതേസമയം കാഫിറാകും എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യയും മുസ്ലിമത്തായ ഭാര്യയും അവരും തമ്മിൽ പിന്നെ ബന്ധപ്പെടാൻ പറ്റില്ല, മറ്റു പലതും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ നിയമം ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നില്ല. പണ്ഡിതന്മാരിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഒരു അഭിപ്രായം ഉണ്ട്, നിസ്കാരം ഒഴിച്ചാൽ തന്നെ മനുഷ്യൻ കാഫിറാകുമെന്ന്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അങ്ങനെ ഒരു അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നേരെ മറിച്ച് 3 മദ്ഹബിന്റെ ഇമാമിങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ ഒരഭിപ്രായവും
നിസ്കാരം ഒഴിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കാഫിറാവുകയില്ല. നിസ്കാരം ഒഴിച്ചാൽ വലിയ ധാരാളമൊന്നുമില്ല, നിസ്കാരം ഒഴിച്ചാൽ വിരോധമില്ല എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന അനിഷേധ്യമായി അറിയപ്പെട്ട ഒരു വിഷയത്തെ അവൻ നിഷേധിച്ചതുകൊണ്ട് കാഫിറാകും. അവൻ എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല. 5 വഖത്ത് നിസ്കാരം മാത്രമല്ല, തഹജ്ജുദും കൂടി നിസ്കരിക്കലുണ്ട്. പക്ഷെ അവന്റെ വിശ്വാസം എന്താണ്? നിസ്കാരം നിർബന്ധമില്ല എന്നാണ്. എന്നാൽ അവൻ കാഫിറാണ്. അത് നിസ്കാരം 5 കൂടി നിഷേധിക്കണമെന്നില്ല. ഒരൊറ്റ റക്അത്ത് നിസ്കാരം നിഷേധിച്ചാൽ തന്നെ അവൻ കാഫിറാണ്. ഈ കാരണം കൊണ്ടാണ് നമ്മളെ നാട്ടിലെ ചേകനൂരും അവന്റെ അനുയായികളും കാഫിറാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഈ ചേകനൂർ എന്ന് പറയുന്ന ആള്, ശേഖരൻ നായരെന്നും പറയാം, അയാൾ ഒരു പുസ്തകം എഴുതി എന്റെ അടുത്തുണ്ട്. ആ പുസ്തകത്തിൽ ഹെഡിങ് തന്നെ, അതിന്റെ കവർ ചിത്രം തന്നെ നമസ്കാരം എങ്ങനെ, എപ്പോൾ, എത്ര എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അതിന്റെ പരസ്യം അതേ കവറിന്റെ മേലെ അയാൾ പരസ്യം കൊടുത്തിരിക്കുന്നു. നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. അങ്ങനെ നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്നാണ് അദ്ദേഹം അതിന്റെ പരസ്യം കൊടുത്തത്. അതിൽ അദ്ദേഹം പറയുന്നു, ളുഹ്ർ നിസ്കരിക്കുന്നതും മഗ്രിബ് നിസ്കരിക്കുന്നതും കടുത്ത തെറ്റാണ്. ളുഹ്ർ നിസ്കരിക്കുന്നതും മഗ്രിബ് നിസ്കരിക്കുന്നതും കടുത്ത തെറ്റാണ്. അസർ നിസ്കാരവും ഇശാ നിസ്കാരവും 2 റക്അത്താണ്. സുബഹിയും 2 റക്അത്ത് തന്നെ. പക്ഷെ സുബഹി നിസ്കാരം സൂര്യൻ ഉദിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ചിലർക്ക് തോന്നും തിരക്കേടില്ല, കാരണം രാവിലെ നന്നായിട്ട് വന്ന് ഉറങ്ങാലോ. പക്ഷേ രാവിലെ കിടന്നുറക്കുന്ന പതിവ് മനുഷ്യൻ്റെതല്ല, അത് നായന്റെതാണ്. ലോകത്ത് 2 ജീവികളെ അല്ലാഹു തആല ലോകത്ത് പഠിച്ചത് നിങ്ങൾ നോക്കൂ. ഒന്ന് ആടും, ഒന്ന് നായയും. ആട് ഇപ്പൊ ഇവിടെ തന്നെ ജട്ടിന്റെ അടുത്ത് പോയാൽ ആട്, എത്രയോ ആടുകളെ കാണാം, വേറെയും പല സ്ഥലത്തും കാണാം. ഒരു ദിവസം എത്ര ആട്ടിനെയാണ് അറക്കുന്നത് സുബ്ഹാനല്ലാഹ്, ലോകത്ത് അത് അല്ലാണ്ട് കണക്കാക്കിയിട്ടില്ല. ഈ ആടുകളെ മുഴുവനും ദിവസേന അറുത്തുപോയിട്ട് ആട്ടിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവോട്ടില്ലാനും ആട് പിന്നെയും ധാരാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആട്. അതേ സമയത്ത് ഒരു പ്രസവത്തിൽ ആട് പ്രസവിച്ചാൽ എത്ര പ്രസവിക്കും? കൂടി വന്നാൽ 2 അല്ലെ 3. അതിൽ കൂടുതൽ ആട് പ്രസവിക്കില്ല. 1, 2, 3 വരെ പ്രസവിക്കാം. അതേ സമയത്ത് നമ്മളെ ടൗണിൽ ഒരൊറ്റ നായനെ ഇറക്കുന്നില്ല. ഒരൊറ്റ നായനെയും ഒരു നായയും ഒരു സ്ഥലത്തൊന്നും ഇറക്കുന്നില്ല. എന്നിട്ടോ ഈ നായ എന്ന് പറയുന്ന സാധനം ഒരൊറ്റ പ്രസവത്തിൽ എത്ര ഉണ്ടാവും? ചുരുങ്ങിയത് അരഡസൻ. ഒരു നായ പ്രസവിച്ച ഒറ്റ പ്രസവത്തിൽ ചുരുങ്ങിയ അരഡസൻ ഉണ്ടാവും. എന്നിട്ട് ഈ നായൻ ആരോട്ട് അറക്കുന്നില്ല. എന്നിട്ട് ലോകത്ത് നായൻ എവിടെയും കാണുന്നില്ല. ഇതിന്റെ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ആട് എന്ന ജീവി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ ബർക്കത്ത് കൊടുത്തൊരു ജീവിയാണ്. അമ്പിയാക്കളുടെ ചരിത്രം നോക്കിയാൽ അമ്പിയാക്കളെല്ലാം ആട്ടിനെ വളർത്തിയതായി കാണും. എത്രത്തോളം ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആട്ടിനെ പോറ്റിയിട്ടുണ്ട്. ഈ ആടിന് അല്ലാഹു തആല പ്രത്യേക ബർക്കത്ത് കൊടുക്കും. അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ മടങ്ങി നോക്കിക്കോ. ആട് എത്ര താമസിച്ചിട്ട് കിടന്നുറങ്ങിയാലും, മൂപ്പര് വയതെല്ലാം കഴിഞ്ഞിട്ട് 2 മണിക്ക് കിടന്നുറങ്ങിയാലും ആട് രാവിലെ സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കും. സുബഹിക്ക് എഴുന്നേറ്റ് ആട് ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ 1-2 കുടഞ്ഞ് ഈ കാത് 2 തമ്മിലൊന്ന് മുട്ടിച്ചിട്ട് കടകടാന്ന് പറഞ്ഞൊന്ന് മുട്ടി എന്നതിന് ശേഷം സുബഹിക്ക് എഴുന്നേറ്റിട്ട് കിടക്കാന്നല്ലാതെ അതേ കിടത്ത മലത്തൂലി ഒരൊറ്റ ആടും കിടന്നുറങ്ങൂല. നേരെ മറിച്ച് നിങ്ങൾ നായനെ നോക്ക്. നായന്റെ പരിപാടി എന്താ? നായന്റെ പരിപാടി തന്നെ രാത്രി മൂപ്പര് ടെലിവിഷനൊക്കെ കണ്ട്, ടെലിവിഷൻ പറഞ്ഞങ്ങനെ നോക്കിക്കളല്ല, അങ്ങനെ ലോകത്താകെ നടന്നു നോക്കി, അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പോയി ഉള്ള എല്ലാ ടെലിവിഷനും കണ്ട് എല്ലാ സ്ഥലവും ചുറ്റിക്കറങ്ങി ഓടിക്കതച്ചു വന്ന് മൂപ്പരവസാനം കിടന്നുറങ്ങലപ്പോ സുബഹി ആകാൻ നോക്കുമ്പോ ഒറ്റ കിടത്തം. അതും കിടത്തത്തിന്റെ ശൈലി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏകദേശം 1 മുറിയിൽ നിന്റെ അടുത്ത് കൈകൊണ്ടാക്കി. അങ്ങനെ മൂപ്പര് ഒറ്റ ഉറക്ക്. അപ്പൊ സുബഹിന്റെ സമയത്തൊരു ഉറക്ക്. പിന്നെ കുറെ കഴിഞ്ഞിട്ടേ മൂപ്പര് എറിഞ്ഞുള്ളൂ. അങ്ങനെ സുബഹിന് മുമ്പ് കിടന്നുറങ്ങിയ സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കാത്ത ഒരു സ്വഭാവം നായക്കുണ്ട്. അതേ സമയത്ത് ആട്ടിന്റെ സ്വഭാവം എത്ര താമസിച്ച് കിടന്നുറങ്ങിയാലും മുമ്പ് സുബഹിക്ക് എഴുന്നേൽക്കും എന്നതാ. ഈ കാരണം കൊണ്ട് തന്നെ നായ എന്ന് പറയുന്ന ജീവിക്ക് അല്ലാഹു തആല ബർക്കത്ത് കൊടുത്തിട്ടില്ല. നായനെ എവിടെയും ഇറക്കുന്നില്ല. ഒരു പ്രസവത്തിന് ഡസങ്കണക്കിന് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതെവിടെയും കാണുന്നില്ല.
നേരെ മറിച്ച് ലോകമൊട്ടാകെ ധാരാളം ആടുകൾ അറുത്തു പോകുന്നുണ്ടെങ്കിലും ആടുകൾ ഒരു പ്രസവത്തിൽ വളരെ കുറവാണെങ്കിലും ആടുകളെ കൊണ്ട് ലോകമൊട്ട നിറക്കപ്പെട്ടതായി നാം കാണുന്നു. അപ്പൊ ആട് എന്ന ബറക്കത്തുള്ള ജീവിയുടെ ശൈലിയാണ് മനുഷ്യന് ആവശ്യം. നായ എന്ന ദുഷിച്ച ഈ ബറക്കത്തില്ലാത്ത ജീവിയുടെ സ്വഭാവം അല്ല. പക്ഷെ ചേകനൂര് പിന്നെ ആ വകുപ്പിന് പറ്റ ആളാണ്. അതുകൊണ്ട് മൂപ്പരങ്ങനെ പറഞ്ഞേ ഉള്ളൂ, സുബഹി സൂര്യൻ ഉദിച്ചിട്ടാ നല്ലത്. അങ്ങനെ അസർ നിസ്കാരം 2 റക്അത്ത്, ഇശാ നിസ്കാരം 2 റക്അത്ത്, ദുഹറും മഗ്‌രിബും കട്ട തെറ്റി. പിന്നുള്ളത് സുബഹി നിസ്കാരം 2 റക്അത്ത് സൂര്യൻ ഉദിച്ചിട്ട്. പക്ഷേ അത് തന്നെ അയാൾ പറഞ്ഞു യാത്ര ചെയ്യുന്ന സമയത്ത് 1 റക്അത്ത്, എല്ലാ നിസ്കാരവും 1 റക്അത്ത്. യാത്ര ചെയ്യുമ്പോൾ കസ്റാക്കി നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ ഞാൻ ഏതൊക്കെ ഒരു ദിവസം പറയും. ഈ കസ്റാക്കി നിസ്കരിക്കാൻ ഞാൻ 4 ഉള്ളത് 2 ആക്കി നിസ്കരിക്കാന്നാണ്. ഇയാളത് 2 ഉള്ളത് 1 ആക്കലാണ്. കസറിന് പകരം കുസറ. അങ്ങനെ ഈ നിലക്ക് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും പുസ്തകം രചിക്കുകയും ആളുകളെ അദ്ദേഹത്തിന്റെ മതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതന്മാര് പറഞ്ഞു അദ്ദേഹം കാഫിറാണ്, സംശയത്തിന്റെ അവകാശം ഇല്ല. കാരണം ഒരു റക്അത്ത് നിസ്കാരം നിഷേധിച്ചാൽ തന്നെ കാഫിറാ, ഒരു സുജൂദ് തന്നെ നിഷേധിച്ചാൽ കാഫിറാകാൻ സാധ്യതയുള്ളതാ. അതുകൊണ്ട് നിസ്കാരം നിഷേധിക്കുന്നവൻ കാഫിറാണ്. അവൻ നിസ്കരിച്ചിട്ടും കാര്യമില്ല, നിസ്കരിച്ചാലും കാഫിർ തന്നെ. ഒരിക്കൽ ഞാൻ കുട്ടിയാടി ഇങ്ങനെ നോക്കുമ്പോ ഒരു കൂട്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പ്രസംഗം നടത്തി തരണം. നോക്കുമ്പോ എവിടെയാണെന്നറിയോ, നമ്മളെ നാട്ടിന്റെ അടുത്ത് തന്നെ കർക്കട്ടിന്റെ അടുത്ത് ചീക്കൂന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള കുറെ പുത്തൻവാദികൾ അങ്ങനെ തന്നെ ചേകനൂരായി പോയിരിക്കുന്നു, വലിയ മുതലാളിമാര് ചേകനൂരിന്റെ ആൾക്കാരായി പോയിരിക്കുന്നു. ഒറ്റ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ഒരൊറ്റ മെമ്പർ പോലും ആയിട്ടില്ല, ഒക്കെ പുത്തൻവാദികൾ. കാരണം ഇയാൾ ഖുർആനും മറ്റവരെക്കാളും ജോറായി തോന്നുന്നുണ്ട്. അങ്ങനെ പുത്തൻവാദികളിൽപ്പെട്ട പലരും ഈ പാർട്ടിയിലേക്ക് പോയിരിക്കുന്നു. അപ്പൊ അവസാനം ഇവർക്ക് രക്ഷയില്ലാന്ന് തോന്നിയപ്പോ അവര് തന്നെ പറഞ്ഞതാ, നമ്മള് സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടത്തിൽ ആരെയും കൊണ്ടു നിങ്ങളൊരു വാല്യൂ ഉറപ്പിക്കണില്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ അവര് ശുപാർശ ചെയ്തിട്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വന്നിട്ട് ക്ഷണിച്ചു കൊണ്ടുപോയി. ഞാൻ പ്രസംഗിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഒരാൾ ഇദ്ദേഹത്തിന്റെ ആശയം അംഗീകരിച്ചാൽ പിന്നെ നിങ്ങൾ അവനെ ഇക്കാക്കാന്ന് വിളിക്കണ്ട, ഉപ്പാപ്പാന്ന് വിളിക്കണ്ട, അതുപോലെ പെണ്ണ് വിശ്വസിച്ചാൽ ഉമ്മാന്ന് വിളിക്കണ്ട, പിന്നെ കൊണ്ട അമ്മ, അച്ഛൻ, ഏട്ടൻ എന്നൊക്കെ വിളിച്ചാൽ മതി. കാരണം മുസ്ലിമേ അല്ല എന്ന് തുറന്നു പറഞ്ഞു. കാരണം തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിസ്കാരം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന അനിഷേധ്യമായി അറിയപ്പെട്ട ഒരു കാര്യമാണ്. അത് നിഷേധിച്ചാൽ നിഷേധിക്കുന്ന സമയത്ത് അവൻ കാഫിറാണ്, അവൻ നിസ്കരിച്ചിട്ട് പിന്നെ കാര്യമില്ല. നേരെ മറിച്ച് നിഷേധിക്കുന്നില്ല, നിസ്കാരം 5 വഖത്ത് നിർബന്ധമുണ്ട്, എനിക്ക് ഉറപ്പാണ്, വിശ്വാസമുണ്ട്, ഇവൻ മടിച്ചിട്ട് നിസ്കരിക്കുന്നില്ല, എന്നാൽ അവൻ കാഫിറാണ് എന്ന് പറഞ്ഞുകൂടാന്ന് പണ്ഡിതന്മാര് പറയും. നിഷേധിച്ചുകൊണ്ടാണെങ്കിൽ കാഫിറാണ്, നിഷേധിക്കാത്ത നിലക്കാണെങ്കിൽ കാഫിറാണെന്ന് പറഞ്ഞുകൂടാ. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായി അറിയപ്പെട്ട ഒരു വിഷയത്തെ എല്ലാ വിഷയങ്ങളെയും അതെ അവൻ അംഗീകരിച്ച് വിശ്വസിച്ച് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നു. ഇത് വെറും നിർബന്ധമായ വിഷയത്തിൽ മാത്രമല്ല, കച്ചവടം ചെയ്യൽ ഹലാലാണ്. ഒരാൾ ഒരൊറ്റ കച്ചവടം ചെയ്തിട്ടില്ലെങ്കിൽ